മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് 6 മാസം. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇരകൾ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിന്റെ ശ്രദ്ധ പതിയാത്ത പല വിഷയങ്ങളും ഇപ്പോഴും ഈ മേഖലയിലുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടും. ചിതറിത്തെറിച്ച മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾ ഉരുൾ പൊട്ടിയൊലിച്ചൊഴുകിയത് ജൂലൈ 30-ന്. ആ കറുത്ത രാവിൽ നിന്ന് ഈ ദിവസത്തേക്കുള്ള ദൂരത്തിന് 6 മാസ കാലയളവ് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്നുണ്ട്. ദുരന്തഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം. 298 പേരുടെ ജീവനെടുത്ത മഹാദുരന്തം. തദ്ദേശ വകുപ്പ് തയ്യാറാക്കിയ മൈക്രോ പ്ലാൻ പ്രകാരം 1084 കുടുംബങ്ങളിലെ 4636 പേരെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. ദുരന്താനന്തരം പലയിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടവരുടെ പുനരധിവാസത്തിന്റെ അന്തിമ പട്ടിക ഇനിയും വന്നിട്ടില്ല. അതിതീവ്ര ദുരന്ത പ്രഖ്യാപനമുണ്ടായി എങ്കിലും കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഹെലികോപ്റ്ററിന്റെ വാടകയായി കേരളം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ തുകയിലെ 120 കോടി രൂപ കേരളത്തിന് അതല്ലാത്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന ഹൈക്കോടതിയുടെ കഠിനമായിട്ടുള്ള നിർദ്ദേശവും ഒഴികെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകമായൊരു സഹായവും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിന്റെ പേരിലും ലഭ്യമായിട്ടില്ല. സർക്കാർ നടപടികളിൽ മെല്ലെപ്പോക്ക് എന്ന ആരോപണം ഉയർത്തുകയാണ് സ്ഥലം MLA. ചൂരൽമല മുണ്ടകൈ കാര്യത്തില് പാളിച്ചകളുടെ നീണ്ട നിര സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയുള്ള ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാനത് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ നൽകിയ വീട്ടുവാടകയും 300 രൂപ ദിവസവേതനവുമായിരുന്നു ദുരന്തബാധിതരുടെ ഏക ആശ്വാസം. ഈ പദ്ധതി തുടരണമെന്നാണ് ഉയരുന്ന ആവശ്യം. തൊഴിലില്ലായ്മയാണ് ദുരന്തബാധിതരുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. കൃഷിയും തേയിലത്തോട്ടം പണിയും വാഹനം ഓടിക്കലുമൊക്കെയായിരുന്നു ഇന്നാട്ടുകാരുടെ വരുമാനം. ഇതെല്ലാം നിലച്ചതോടെ പ്രതിസന്ധിയുടെ മുൾമുനയിലാണ് ദുരന്തബാധിതർ. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടി എങ്ങുമെത്തിയിട്ടില്ല. തകർന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിലും കൃഷിയിടങ്ങളുടെ കാര്യത്തിലും ആലോചനകൾ പോലും ഇനിയും ഉണ്ടായിട്ടില്ല. എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകളിലാണ് ദുരന്തബാധിതരുടെ പുനരധിവാസ ടൗൺഷിപ്പിനായി ഇടങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഫെബ്രുവരി 15-ഓടെ ഗുണഭോക്താക്കളുടെ കുറ്റമറ്റ ആദ്യ പട്ടിക പുറത്തിറങ്ങുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. മിനിമം 10 സെന്റ് ഭൂമിയിൽ വീട് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദുരന്തബാധിതർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല. ഈ നാട്ടുകാർക്ക് ജീവിതം അല്പമെങ്കിലും പഴയതുപോലെ ആകണമെങ്കിൽ പുനരധിവാസം ഉൾപ്പെടെ സർക്കാർ നടപടികൾ വേഗത്തിലാകണം എന്നതാണ് ദുരന്തബാധിതർ പറയുന്നത്. ആ നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ തൊഴിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിന്നെ ഇന്ന് ഒരു പരിഹാരമായിട്ട് ഇപ്പോൾ 300 രൂപ കൊടുത്തുകൊണ്ടിരുന്നില്ലേ, അതൊരു 3-4 മാസം കൂടി കൊടുക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത്. നിലവിലെ സാഹചര്യം ഇപ്പം എല്ലാം സ്റ്റക്കാണ്. അവിടുത്തെ ആ ഒരു ഏരിയയിലെല്ലാം സ്റ്റക്കാണ്. അതായത് ഒരു 10 കിലോമീറ്റർ ചുറ്റോടെ എല്ലാം സ്റ്റക്കാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും അപ്പർ മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് ജോലി വരുമാനം ഇല്ലെങ്കിലും ഒരു പക്ഷെ പുറത്ത് പറയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും എല്ലാവർക്കും വീട് വേണം. മെയിനായിട്ട് അതാണ്. ഒരു കുട്ടി പോലും ഒഴിവാകാൻ പാടില്ല. മുണ്ടക്കൈ പ്രദേശം താമസിക്കൽ യോഗ്യതല്ല. എന്താ വെച്ചാൽ കംപ്ലീറ്റ് എല്ലാം പോയി കഴിഞ്ഞു. പാലല്ല, റോഡില്ല, വഴിയില്ല. അപ്പോൾ കുറച്ച് പേര് നിർത്തി കുറച്ച് പേര് എന്തെങ്കിലും പാടില്ല. അപ്പോൾ മുണ്ടക്കൈ പ്രദേശവാസികൾ പാടികളടക്കം പാടി താമസിക്കുന്ന ആളുകൾക്ക് വരെ മൊത്തം വീട് വേണം. അത് ഞങ്ങൾ ഏറ്റവും വലിയ ആവശ്യം. പണിയും ഒക്കെ മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ പല ആൾക്കാർക്കും വാടക വീട് അത്ര ഒരു ശാശ്വതമായിട്ടല്ല. 6 മാസത്തിന് ഒരാൾ എഗ്രിമെൻറ്റ് ചെയ്തിക്കണ്, 11 മാസത്തിന് ചെയ്തിക്കണ്. ഇനിയിപ്പോൾ ഈ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കൂട്ടി ചോദിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി എന്താണെന്നുള്ള ഒരു തീരുമാനം സർക്കാരാണ് എടുക്കേണ്ടത്. കൃഷിഭൂമിനെ പറ്റി സംസാരിക്കുന്നേ ഇല്ല. അവർ പറയുന്നത് കൃഷിഭൂമിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം, വേറെ അതിനെപ്പറ്റി ഒരു വാക്കും ഞങ്ങളോട് പറയുന്നില്ല. അത് മാറ്റിത്തരാതെ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ട ഒരു നടപടി നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കേന്ദ്ര സർക്കാർ കേരളത്തിന് സഹായം നൽകുന്നില്ല ഈ വിഷയത്തിലെന്ന് സംസ്ഥാനത്തിന്റെ വലിയ വിമർശനമുണ്ട്.
ഇതിൽ കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. മറ്റന്നാൾ ശനിയാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി. ഒരു പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രിയോട്. അതിൻ്റെ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ സംസ്ഥാന ധനമന്ത്രിയൊക്കെ ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ശനിയാഴ്ച അതിൻ്റെ ഭാവി സംബന്ധിച്ചൊരു വ്യക്തത വരും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ദുരന്ത ബാധിതർ അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ആത്മവിശ്വാസത്തോടെ തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്. അവർക്കൊപ്പമാണ് നാടാകെ നിൽക്കുന്നത്. ആ പിന്തുണ അത് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ പറയുന്ന കേന്ദ്ര ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം, എല്ലാവരെയും പോലെ നമുക്കും.